മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. बिहार के चुनाव 2 फेजेस में होंगे और डेट ऑफ पोल 6 नवंबर थर्सडे और दूसरा 11 नवंबर ट्यूसडे. ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായി. വോട്ടെടുപ്പ് നവംബർ 6-നും നവംബർ 11-നും, വോട്ടെണ്ണൽ നവംബർ 14-ന്. SIR നടപ്പിലാക്കിയതിനാൽ ആർക്കും വോട്ട് നഷ്ടമാകില്ലെന്നും പിന്നോട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാർ. വോട്ടർ പട്ടിക പരിഷ്കരണ വിവാദത്തിന് പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കി രാജ്യം. ശബരിമലയിൽ നടന്നത് സ്വർണ്ണ കവർച്ച. ദേവസ്വം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഹൈക്കോടതി. അന്വേഷണം ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ. കോടതി തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ദേവസ്വം മന്ത്രി. വിവാദത്തിൽ സ്തംഭിച്ച നിയമസഭ. ബാനറുമായി പ്രതിഷേധിച്ച് പ്രതിപക്ഷം. ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ട ചർച്ച ഈജിപ്തിലെ കെയ്റോയിൽ. മുഖ്യ ചർച്ചാ വിഷയം ബന്ദികളുടെ കൈമാറ്റം. സമാധാന ചർച്ചകൾ തുടങ്ങുന്നതിനിടെ ഗാസയിൽ ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ. ഗാസയിലേക്ക് സഹായമെത്തിക്കാനായി പുറപ്പെട്ട സുമൂദ് ബ്ലോട്ടില സംഘത്തിലെ കുവൈറ്റ് സ്വദേശി ഖാലിദ് അൽ അബ്ദുൾ ജാദറിനെ ഇസ്രയേൽ വിട്ടയച്ചേക്കും. ദുബായിൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ പുതിയ നിയമം പ്രഖ്യാപിച്ച് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. നിയമം ലക്ഷ്യമിടുന്നത് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തൽ. മധ്യപ്രദേശിലെ ദുരന്തം മുൻനിർത്തി കഫ് സിറപ്പ് ഉപയോഗത്തിൽ കർശന നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് നൽകരുതെന്ന് നിർദ്ദേശം. റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചു. ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. മേരി ബ്രെൻകേവ്, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൻ സഗാഗുച്ചി എന്നിവർക്ക് പുരസ്കാരം. അംഗീകാരം പ്രതിരോധശേഷിയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിന്. വിശദമായ വാർത്തകളിലേക്ക്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. നവംബർ 6, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ നവംബർ 14-ാം തീയതി നടക്കും. ജമ്മുകശ്മീരിലെ ഉൾപ്പെടെ 8 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിച്ചു. SIR നടപ്പിലാക്കിയതുകൊണ്ട് ആർക്കും വോട്ട് നഷ്ടമാകില്ലെന്നും രാജ്യവ്യാപക SIR നിന്ന് പിന്നോട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പ് തന്നെ AAP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. JDU ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ടാണ് ബീഹാറിൽ 2 ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചത്. നവംബർ 6, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ നവംബർ 14-ാം തീയതി നടക്കും. ഒക്ടോബർ 17-ാം തീയതിയാണ് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഒക്ടോബർ 20-ആണ് 2-ാം ഘട്ട വോട്ടെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാണെന്നും ആവശ്യമായ പരിശീലനം എല്ലാവർക്കും നൽകിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. बिहार के चुनाव 2 फेजेस में होंगे कि गैजेट नोटिफिकेशन 10 तारीख को आएगा, दूसरे का 13 को. लास्ट डेट ऑफ मेकिंग नॉमिनेशंस पहले फेज की 17 को होगी, दूसरे की 20 को. स्क्रूटनी 18 और 21. विड्रॉल की आखिरी तारीख 20 अक्टूबर और 23 अक्टूबर. और डेट ऑफ पोल 6 नवंबर थर्सडे और दूसरा 11 नवंबर ट्यूसडे. काउंटिंग 14 नवंबर को होगी और पूरी चुनावी प्रक्रिया 16 नवंबर तक समाप्त कर ली जाए. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ 17 മാറ്റങ്ങൾ കൂടി കമ്മീഷൻ കൊണ്ടുവരുന്നുണ്ട്. അതിനുകൂടി ബീഹാറിൽ തുടക്കമാകും. 1200 വോട്ടർമാർ മാത്രമായിരിക്കും ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടാവുക. മൊബൈൽ ഫോൺ ഒരു കാരണവശാലും അകത്ത് പ്രവേശിപ്പിക്കില്ല. സായുധ സേനയുടെ ഉൾപ്പെടെ കനത്ത സുരക്ഷ മണ്ഡലങ്ങളിൽ ഉറപ്പാക്കും. ക്രമക്കേടും അക്രമവും ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും സുതാര്യവും സമാധാനപൂർണവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. बिहार की जनता को चुनाव आयोग ये बतलाना चाहता है कि इस बार बिहार के चुनाव न केवल मतदाताओं के लिए बहुत ही सुगम और सरल होंगे, न केवल पूरी चुनावी मशीनरी
तत्परता के साथ मतदाताओं के साथ खड़ी रहेगी। 7,43,00,000 വോട്ടർമാരാണ് ബീഹാറിലുള്ളത്. 3,92,00,000 പുരുഷ വോട്ടർമാരും 3,50,00,000 സ്ത്രീ വോട്ടർമാരും പുതിയ വോട്ടർ പട്ടികയിലുണ്ട്. 41,00,000 വോട്ടർമാരാണ് SIR പ്രകാരം പുറത്തുപോയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഹൈക്കോടതി. ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുക. ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലിനെ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതടക്കം അന്വേഷണ പരിധിയിൽ വരുമെന്നും കോടതി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പല ചോദ്യങ്ങൾക്കും സർക്കാരിന് ഉത്തരമില്ലെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. സ്വർണം വെയിലേറ്റു മങ്ങും എന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കുമെന്ന് മുരളീധരൻ ചോദിച്ചു. സ്വർണ്ണ കവാടം വഴിയിൽ ഇറക്കി പൂജ ചെയ്തത് തെറ്റാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വെറുക്കപ്പെട്ടവനാണെന്നും മുരളീധരൻ പറഞ്ഞു. ഒരുപാട് സംശയങ്ങൾക്ക് എന്തുകൊണ്ടാണ് സർക്കാർ മറുപടി പറയാത്തത്? സ്വർണം പൊതിഞ്ഞതാണോ പൂശിയതാണോ? പൊതിഞ്ഞതാണെങ്കിൽ വിജയമല്യ കൊടുത്ത 30 കിലോ സ്വർണം അതിനെന്ത് സംഭവിച്ചു? ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ചെമ്പുപാളിയാണോ സ്വർണ്ണപ്പാളിയാണോ? ഇതിന് പോലും ഉത്തരവില്ല. അപ്പോൾ സ്വർണം ചെമ്പായി ചെന്നൈയിലെത്തിയപ്പോൾ. ശബരിമലയിലെ സ്വർണം ചെന്നൈയിലെത്തിയപ്പോൾ എങ്ങനെ ചെമ്പായിട്ട് മാറി? പിന്നെ അത് സ്വർണം പൂശി കൊണ്ടുവന്നു തോന്നും. പക്ഷേ പൂശിയ സ്വർണം വഴിനീളെ ഘോഷയാത്രയായിട്ട് ഓരോ സ്ഥലത്ത് ഇറക്കി പൂജിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അത് തന്നെ ശബരിമലയുടെ ആചാരം അനുസരിച്ച് തെറ്റാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നും CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അമ്പലം വിഴുങ്ങികൾ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവർ എന്നെഴുതിയ ബാനറുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി ശരണം വിളിച്ച് പ്രതിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ പോലും തയ്യാറാകാത്ത പ്രതിപക്ഷത്തിന് ഭീരുത്വമെന്ന് ഭരണപക്ഷം പരിഹസിച്ചു. ബഹളത്തിനിടെ സഭാ നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തര വേള പോലും കത്തിക്കയറുന്ന ശബരിമല സ്വർണ്ണപ്പാളി വിവാദം നിയമസഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ച പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ തുടക്കം മുതലേ പ്രക്ഷോഭമുയർത്താനുള്ള തന്ത്രമാണ് സ്വീകരിച്ചത്. അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നാൽ ഒരുപക്ഷെ കോടതിയിലുള്ള വിഷയമായതിനാൽ തള്ളിപ്പോകാനുള്ള സാധ്യതയും, അല്ലാത്ത പക്ഷം ചർച്ചയ്ക്കെടുത്താൽ പോലും ഭരണപക്ഷത്തിന് മേൽക്കൈ കിട്ടുമെന്ന വിലയിരുത്തലിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആ നീക്കം ഉപേക്ഷിച്ചത്. പകരം സഭ തുടങ്ങിയപ്പോൾ മുതൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. അമ്പലം വിഴുങ്ങികൾ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവർ എന്ന ബാനർ ഉയർത്തി ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി പ്രതിഷേധിച്ചു. പിന്നെ കണ്ടത് സഭാതലം പ്രക്ഷുബ്ധമാകുന്ന രംഗങ്ങൾ. അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ്. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ചോദ്യം നമ്പർ 181. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, നിങ്ങൾ രണ്ട് തന്നില്ലല്ലോ. അങ്ങോട്ട് മാറ്റി എന്താണിത്? അങ്ങോട്ട് അവിടെ പോയിരിക്കും. ചോദ്യോത്തരവേള തടസ്സപ്പെട്ടതോടെ സഭ താൽക്കാലികമായി സ്പീക്കർ നിർത്തിവെച്ചു. 10 മണിക്ക് പുനരാരംഭിച്ചപ്പോഴും നടുത്തളത്തിലിറങ്ങി സ്പീക്കർക്ക് മുന്നിൽ ബാനർ ഉയർത്തിയും ശരണം വിളിച്ചും പ്രതിഷേധം തുടർന്നു. ബഹളത്തിനിടയിലും ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും റിപ്പോർട്ട് അവതരണവും ബിൽ അവതരണവും ഉൾപ്പെടെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങിയ പ്രതിപക്ഷം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടു. യാതൊരു ക്രിമിനൽ നടപടികളും സ്വീകരിക്കാതെ ഈ സ്വർണ്ണ മോഷണം മറച്ചുവെച്ചു. അതിനർത്ഥം ദേവസ്വം ബോർഡിലും സർക്കാരിലും ഉള്ളവർ ഈ കള്ളക്കച്ചവടത്തിൽ പങ്കാളികളാണ് എന്നാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷിക്കണം എന്നാണ് പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യുന്നത്. ശബരിമല സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് കോൺഫിഡൻസ് വരുന്ന ആക്ഷനാണ് വേണ്ടത്. ആ ആക്ഷൻ വരെ തീർച്ചയായും ഈ സമരം നിലനിൽക്കും. അതേസമയം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ തയ്യാറാകാത്ത പ്രതിപക്ഷത്തിന്റെ ഭീരുത്വമാണ് സഭയിൽ കണ്ടതെന്നാണ് ഭരണപക്ഷം പ്രതിരോധിച്ചത്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായി പ്രതിപക്ഷം ഇപ്പോൾ സഭ തന്നെ തടസ്സപ്പെടുത്തുക എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ചോദ്യോത്തര വേളയെ തടസ്സപ്പെടുത്തിക്കൊണ്ട്
ഇതുവരെ എടുത്തു വന്ന അടിയന്തര പ്രമേയങ്ങളിലെല്ലാം തങ്ങൾക്ക് പരാജയം സംഭവിച്ചു എന്നുള്ളതുകൊണ്ട് അവർ ഈ രംഗത്ത് പുതിയൊരു രൂപത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ളൊരു ശ്രമം നടത്തിയതിൻ്റെ ഒരു പാഴ്വേലയാണ്. ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും രാജിവെച്ചൊഴിയുന്നതുവരെ UDF ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് സ്വദേശിയായ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. DMO നൽകിയ റിപ്പോർട്ട് തള്ളിയാണ് സർക്കാരിന്റെ ഈ നടപടി. അതേസമയം നീതി ലഭിക്കുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കുട്ടിയുടെ കുടുംബം പറഞ്ഞു. പാലക്കാട് ജില്ലാ ആശുപത്രി 9 വയസ്സുകാരിക്ക് ഉചിതമായ ചികിത്സ നൽകിയെന്നായിരുന്നു DMO ചുമതലപ്പെടുത്തിയ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഇത് തള്ളിയാണ് സംഭവത്തിൽ 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തത്. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ചികിത്സ സംബന്ധിച്ച പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ വീഴ്ച വന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഡോക്ടർമാരുടെ സസ്പെൻഷൻ നടപടിയിൽ ആശ്വാസമുണ്ടെന്നും നീതി ലഭിക്കുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കുട്ടിയുടെ അമ്മുമ്മ ഓമന പറഞ്ഞു. നമുക്കത് നീതി കിട്ടിയെന്നെ ആകണം. മകൾക്ക് കൈ ഇനി വെക്കാൻ കഴിയില്ല. അവളും അത് പറയണത് എനിക്ക് കഴിയില്ലല്ലോ എന്നാണ് അവൾ പറയുന്നത്. അത് നമുക്ക് സഹായിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പം ഞങ്ങൾക്കത് നീതി കിട്ടിയെന്നെ ആകണം. അതിലൊരു സംശയം ഇല്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. സെപ്റ്റംബർ 24-ന് വീടിന് സമീപത്ത് കളിക്കുന്നതിനിടെയാണ് പെൺകുട്ടിക്ക് പരിക്കേറ്റത്. തുടർന്ന് ജില്ലാ ആശുപത്രിയിലെത്തി കൈക്ക് പ്ലാസ്റ്റർ ഇട്ടു. പിന്നീട് കുട്ടിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. കൈയുടെ നിറം മാറുകയും അസഹനീയമായ വേദനയുണ്ടാവുകയും ചെയ്തു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് കൈ മുറിച്ചു മാറ്റാനുള്ള നിർദ്ദേശം ലഭിച്ചത്. അമൃത ന്യൂസ്, കോഴിക്കോട്. 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം ഗൗരവത്തോടെ കാണണമെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. ദുർബലമായ വാദങ്ങൾ നിരത്തി ഒരു കുട്ടിയുടെ ജീവിതം ദുരിതത്തിലാക്കി. കൃത്രിമ കൈ വയ്ക്കുന്നതിന് അടക്കം അടിയന്തരമായി സർക്കാർ കുട്ടിയുടെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. അത് വളരെ ഒരു ഗൗരവമുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ദുർബലമായിട്ടുള്ള വാദങ്ങൾ നിരത്തി ഒരു കുഞ്ഞിൻ്റെ ജീവിതമാണ് സത്യത്തിൽ ദുരിതത്തിലാഴ്ത്തിയത്. കൈയില്ലാതെ ഒരു കുട്ടിക്ക് ഇനി ആജീവനാന്തം ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക. ഇവിടെ കുറേ കാലങ്ങളായി സർക്കാർ ആശുപത്രിയെക്കുറിച്ച് വരുന്ന പരാതികൾ, ആ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കാത്തതിൻ്റെ ഒരു ദുരന്തമാണ് ഓരോ ദിവസവും കേരളത്തിൽ സംഭവിക്കുന്നത്. മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന ശക്തമായിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ബന്ധപ്പെട്ട ഡോക്ടർമാർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. ആ കുട്ടിയുടെ കുടുംബത്തിന് എത്ര കോമ്പൻസേഷൻ കൊടുത്താലും അത് ഒരു കൈക്ക് ബദലാവില്ല. പക്ഷെ എങ്കിലും അടിയന്തരമായി സർക്കാർ ആ കുഞ്ഞിൻ്റെ കുടുംബത്തിന് സഹായധനം നൽകണം. ഇനി ആ കുട്ടിക്ക് ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ട ചർച്ച ഈജിപ്തിലെ കെയ്റോയിൽ. ബന്ദികളുടെയും പലസ്തീൻ തടവുകാരുടെയും കൈമാറ്റമാണ് മുഖ്യ ചർച്ചാ വിഷയം. ഹമാസിന്റെ പൂർണ്ണ നിരായുധീകരണം എന്ന നിർദ്ദേശത്തിൽ ഇസ്രയേൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിനിടെ യൂറോപ്പിലുടനീളം പലസ്തീൻ അനുകൂല റാലികൾ നടക്കുകയാണ്. സമാധാന ചർച്ചകൾ തുടങ്ങുന്നതിനിടെ ഗസയിൽ ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രയേൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20-ദിന ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യ ചർച്ച ഈജിപ്തിലെ കെയ്റോയിൽ തുടങ്ങാനിരിക്കെ പ്രതീക്ഷയിലും ആശങ്കയിലുമാണ് ലോകം. സമാധാന പദ്ധതിയിൽ ബന്ദികളുടെയും പലസ്തീൻ തടവുകാരുടെയും കൈമാറ്റമാണ് മുഖ്യ ചർച്ചാ വിഷയമെങ്കിലും പൂർണ്ണമായ നിരായുധീകരണം എന്ന നിർദ്ദേശത്തോട് ഹമാസ് ഇനിയും മുഖം തിരിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. യുദ്ധാനന്തര ഗാസയിൽ പലസ്തീൻ ഭരണം എന്ന നിർദ്ദേശത്തിനും ഇസ്രയേലിലെ നെതന്യാഹു സർക്കാർ എതിരാണ്. മുൻപ് നടന്ന സമാധാന ചർച്ചകളെല്ലാം തട്ടിത്തടഞ്ഞത് ഈ നിർദ്ദേശങ്ങളിലാണ്. ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഖലീൽ അൽ ഹവിയാണ് ഹമാസ് പ്രതിനിധി സംഘത്തെ നയിക്കുക. ഡ്രോൺ ഡെർമറിന്റെ നേതൃത്വത്തിലാണ് ഇസ്രയേൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ ആഴ്ച തന്നെ ആദ്യവട്ട ചർച്ചകൾ പൂർത്തിയാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയ ട്രൂത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമയം പ്രധാനമെന്നും അല്ലെങ്കിൽ രക്തമൊഴുകുന്നത് കൂടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. അതിനിടെ യൂറോപ്പിൽ വ്യാപകമായി പലസ്തീൻ അനുകൂല റാലികൾ നടക്കുകയാണ്. ബാഴ്സലോണയിൽ നടന്ന റാലിയിൽ 70,000 പേർ പങ്കെടുത്തു. ലണ്ടനിലെ റാലിയിൽ പങ്കെടുത്ത 400 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. സമാധാന ചർച്ചകൾക്ക് തയ്യാറെടുക്കുമ്പോഴും ഗാസയിൽ ഇസ്രയേലിന്റെ നരഹത്യ തുടരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV.
ഇസ്രയേൽ ഉപരോധം ഭേദിച്ച് ഗസയിലേക്ക് സഹായം എത്തിക്കാനായി പുറപ്പെട്ട സുമൂദ് ഫ്ലോട്ടില്ല സംഘത്തിലെ 3 കുവൈറ്റ് സ്വദേശികളിൽ ഒരാളായ ഖാലിദ് അൽ അബ്ദുൽ ഖാദറിനെ ഇസ്രയേൽ നാളെ വിട്ടയക്കും. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവശേഷിക്കുന്ന 56 പേരും ഇദ്ദേഹത്തോടൊപ്പം നാളെ മോചിതരാകും. സംഘത്തിലെ മറ്റ് 2 കുവൈറ്റികളായ അബ്ദുള്ള അൽ മുദവ, ഡോക്ടർ മുഹമ്മദ് ജമാൽ എന്നിവരെ ഇസ്രയേൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ജോർദാനിലേക്ക് നാടുകടത്തിയിരുന്നു. തങ്ങളുടെ പൗരന്മാരെ വിട്ടുകിട്ടുന്നതിന് കുവൈറ്റ് നിരന്തരമായി ശ്രമങ്ങൾ നടത്തിവന്നിരുന്നു. ജോർദാനിയൻ വിദേശകാര്യമന്ത്രിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവരുടെ മോചനം സാധ്യമാക്കിയത്. എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന പുതിയ നിയമം ദുബായിൽ നടപ്പാക്കുന്നു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പുതിയ നിയമം പ്രഖ്യാപിച്ചത്. ആർക്കിടെക്ചറൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്, മെക്കാനിക്കൽ, മൈനിംഗ്, പെട്രോളിയം, കെമിക്കൽ, കോസ്റ്റൽ, ജിയോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവ ഉൾപ്പെടെ എല്ലാ എഞ്ചിനീയറിംഗ് മേഖലകളും നിയമത്തിന്റെ പരിധിയിൽ വരും. നിയമം പ്രാബല്യത്തിൽ വന്ന് 1 വർഷത്തിനകം ദുബായിലെ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രാജ്യാന്തര നിലവാരങ്ങൾക്ക് അനുസൃതമായി എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുകയാണ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുവൈറ്റിൽ വ്യാജ സർട്ടിഫിക്കറ്റ് തടയാൻ പുതിയ നിയമം വരുന്നു. ഈ പുതിയ നിയമം നിയമലംഘകർക്ക് 5 വർഷം വരെ തടവ്, 10,000 കുവൈറ്റി ദിനാർ വരെ പിഴ, കൂടാതെ തുല്യതയില്ലാത്ത ബിരുദങ്ങൾ ഉപയോഗിച്ചവർക്കോ അവർക്ക് അംഗീകാരം നൽകിയവർക്കോ പൊതുമേഖലാ ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ എന്നിവ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകളാണ് ശുപാർശ ചെയ്യുന്നത്. പരിഷ്കരിച്ച നിയമം നിലവിലെ നിയമങ്ങളിലെ പഴുതുകൾ അടയ്ക്കാനും അക്കാദമിക് ബിരുദങ്ങളുടെ കൃത്യമായ അംഗീകാരം ഉറപ്പാക്കാനും സാമ്പത്തികമായോ തൊഴിൽപരമോ ആയ നേട്ടങ്ങൾക്കായി വ്യാജ ബിരുദങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയുമാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോൾഡ്രിഫ് കഫ് സിറപ്പ് വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. സംസ്ഥാനത്ത് ഇതുവരെ ഒരു പ്രശ്നവും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കുട്ടികളിലെ ചുമമരുന്ന് ഉപയോഗം സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനും ബോധവൽക്കരണം നൽകാൻ യോഗത്തിൽ തീരുമാനമായി. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കും. IAPയുടെ സഹകരണത്തോടെ പീഡിയാട്രീഷ്യന്മാർക്കും മറ്റു ഡോക്ടർമാർക്കും പരിശീലനം നൽകും. അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെയോ ഡോക്ടറുടെ പഴയ കുറിപ്പടി പ്രകാരമോ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് നൽകരുത്. ഇതു സംബന്ധിച്ച് ഡ്രഗ്സ് കൺട്രോളർക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. കുട്ടികളുടെ തൂക്കത്തിനനുസരിച്ചാണ് അവർക്കുള്ള മരുന്നുകളുടെ ഡോസ് ഡോക്ടർമാർ നിശ്ചയിക്കുന്നത്. അതിനാൽ ഒരു കുഞ്ഞിന് നൽകിയ മരുന്ന് മറ്റു കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പാടില്ല. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. സംസ്ഥാനത്ത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. കോൾഡ്രിഫ് സിറപ്പിന്റെ SR13 ബാച്ചിൽ കേരളത്തിന് പുറത്ത് പ്രശ്നം കണ്ടെത്തിയെന്ന റിപ്പോർട്ടിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇതിന്റെ വിൽപ്പന സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് നിർത്തിവച്ചിട്ടുണ്ട്. തമിഴ്നാട്, ഒറീസ, മധ്യപ്രദേശ്, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലാണ് ആ ബാച്ചിലെ മരുന്നുകൾ വിതരണം ചെയ്തത്. രാജസ്ഥാനിൽ മറ്റൊരു കമ്പനിയുടെ കഫ് സിറപ്പിലും പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബാച്ചുകളുടെ മരുന്നിന്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ല എന്നാണ് കണ്ടെത്തിയത്. കേരളത്തിൽ 8 വിതരണക്കാർ വഴിയാണ് കോൾഡ്രിഫ് മരുന്നിന്റെ വിൽപ്പന നടത്തിയിരുന്നത്. സംസ്ഥാനത്തെ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിച്ച സമിതിയിൽ സംസ്ഥാന ഡ്രഗ് കൺട്രോളർ, ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ, IAP സംസ്ഥാന പ്രസിഡന്റ് എന്നിവരാണ് അംഗങ്ങൾ. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ, ഡ്രഗ്സ് കൺട്രോളർ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ, ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ, IAP പ്രസിഡന്റ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 2025 വൈദ്യശാസ്ത്ര നോബേൽ 3 പേർക്ക് മേരി ബ്രൻകോ, ഫ്രെഡ് റാംസ് ഡെൽ, ഷിമോൻ സഗാകുച്ചി എന്നിവർക്കാണ് പുരസ്കാരത്തിന് അർഹരായത്. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ പറ്റിയുള്ള ഗവേഷണത്തിനാണ് നോബേൽ. The 2025 Nobel Prize in Physiology or Medicine jointly to Mary Branco, Fred Ramsdell and Shimon Sakaguchi for their discoveries concerning peripheral immune tolerance. നൊബേൽ അസംബ്ലിയാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. സർട്ടിഫിക്കറ്റ്, സ്വർണ്ണ മെഡൽ, 13.31 കോടി രൂപയുടെ ചെക്ക് എന്നിവയാണ് പുരസ്കാരം നേടിയവർക്ക് ലഭിക്കുക. രോഗപ്രതിരോധ കോശങ്ങൾ നമ്മുടെ സ്വന്തം ശരീരത്തെ ആക്രമിക്കുന്നത് തടയുന്ന റെഗുലേറ്ററി T കോശങ്ങളെയാണ് പുരസ്കാര ജേതാക്കൾ തിരിച്ചറിഞ്ഞത്.
രോഗപ്രതിരോധ സംവിധാനം എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു എന്നതായിരുന്നു അവരുടെ കണ്ടെത്തൽ. ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ കടന്നുകയറാൻ ശ്രമിക്കുന്ന ആയിരക്കണക്കിന് വ്യത്യസ്ത സൂക്ഷ്മാണുക്കളിൽ നിന്ന് പ്രതിരോധ സംവിധാനമാണ് നമ്മെ സംരക്ഷിക്കുന്നത്. ഇവയ്ക്കെല്ലാം വ്യത്യസ്ത രൂപങ്ങളാണ് ഉള്ളത്. കൂടാതെ പലതും ഒളിച്ചിരിക്കാനായി മനുഷ്യകോശങ്ങളുമായി സാമ്യം ഉണ്ടാക്കിയെടുത്തിട്ടുമുണ്ട്. അങ്ങനെയിരിക്കെ എന്തിനെ ആക്രമിക്കണം, എന്തിനെ സംരക്ഷിക്കണമെന്ന് പ്രതിരോധ സംവിധാനം എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നാണ് സംഘം പഠിച്ചത്. ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നതിൽ നിന്ന് രോഗപ്രതിരോധ സംവിധാനത്തെ തടയുന്ന പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് സംബന്ധിച്ച വഴിത്തിരിവായ കണ്ടെത്തലുകളാണ് മേരി ബ്രങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സകാഗുച്ചി എന്നിവരെ പുരസ്കാരത്തിന് അർഹരാക്കിയത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. പ്രവാചകനുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള മദീനയിലെ ഗിബ്ലത്തൈൻ മസ്ജിദ് വിശ്വാസികൾക്ക് മുന്നിൽ 24 മണിക്കൂറും തുറന്നിടാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് നിർദ്ദേശിച്ചു. മസ്ജിദിൽ എല്ലാ സമയത്തും നമസ്കാരം നിർവഹിക്കാൻ വിശ്വാസികൾക്ക് അവസരമൊരുക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ തീരുമാനം. QR കോഡുകൾ സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധ വേണമെന്ന മുന്നറിയിപ്പുമായി ദുബായ് മുനിസിപ്പാലിറ്റി. പൊതുനിരത്തുകളിലും കെട്ടിടങ്ങളുടെ ഭിത്തികളിലും പതിപ്പിച്ചിട്ടുള്ള QR കോഡുകൾ സ്കാൻ ചെയ്യരുത്. സുരക്ഷ ഉറപ്പാക്കാതെ QR കോഡ് വഴി ലഭിക്കുന്ന വെബ്സൈറ്റുകളിൽ സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കരുതെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പൊതുജന അവബോധം വളർത്തുന്നതിനായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണ ക്യാമ്പയിനും ദുബായ് മുനിസിപ്പാലിറ്റി ആരംഭിച്ചു. ദുബായിൽ പുതുതായി 100 ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ കൂടി വരുന്നു. സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദുബായ് മുനിസിപ്പാലിറ്റിയും പാർക്കിംഗ് സേവനദാതാക്കളായ പാർക്കിംഗ് കമ്പനിയുമായി ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവച്ചു. ദുബായിലെ പ്രധാന താമസയിടങ്ങൾ, ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് EV ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത്. സ്മാർട്ട് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഇത്തരം സ്റ്റേഷനുകളുടെ നിയന്ത്രണം പാർക്കിംഗ് കമ്പനിക്കായിരിക്കും. പൊതു-സ്വകാര്യ പങ്കാളിത്തത്തോടെ ദുബായിൽ 1500 ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കൂടുതൽ സ്റ്റേഷനുകൾ എമിറേറ്റിലെ വിവിധയിടങ്ങളിൽ തുറക്കുമെന്നും അധികൃതർ അറിയിച്ചു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ആക്സസ് എബിലിറ്റീസ് എക്സ്പോയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പിന്തുണയ്ക്കുന്ന മൊബൈൽ ആപ്പുകൾ അവതരിപ്പിച്ച് മലയാളികളുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനം. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള പരിശീലന സ്ഥാപനമായ ജുവലാണ് മാതാപിതാക്കളെയും തെറാപ്പിസ്റ്റുകളെയും സഹായിക്കുന്ന 5 മൊബൈൽ ആപ്പുകൾ പുറത്തിറക്കിയത്. വെർച്വൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള വെർച്വൽ ഓട്ടിസം ആപ്പ്, സ്കൂൾ റെഡിനെസ് ആപ്പ്, ചൈൽഡ് എക്സ്കോട്ട് ആപ്പ്, സെൻസോ ബ്ലൂ ആപ്പ്, LDL ആപ്പ് എന്നിവയാണ് അവതരിപ്പിച്ചത്. 2007 കോട്ടയത്ത് പ്രവർത്തനം ആരംഭിച്ച ജുവൽ ഓട്ടിസം റിഹാബിലിറ്റേഷൻ സെന്റർ 2022 മുതൽ ദുബായിലും പ്രവർത്തിക്കുന്നുണ്ട്. ദുബായ് മുനിസിപ്പാലിറ്റി കീഴിലുള്ള നഴ്സറീസ് മാനേജർ ഷെയ്ഖ് അലി അൽ കാബി, ഡോക്ടർ ജെയിംസൺ സാമുവൽ, ഡോക്ടർ ജെൻസി ബ്ലെസൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CSI പാരിഷ് മലയാളം ദുബായ് ഇടവകയുടെ 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. ദുബായ് ഔത്ത് മേത്തയിലുള്ള ജെം പ്രൈവറ്റ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന ആഘോഷ പരിപാടിയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. CSI പാരിഷ് മലയാളം ദുബായ് ഇടവക ജൂബിലിയോടനുബന്ധിച്ച് ഏറ്റെടുത്ത വിവിധ പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ ആഹ്ലാദത്തിലാണ് 1 വർഷം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾ അവസാനിച്ചത്. 50 വർഷത്തെ ഇടവകയുടെ ചരിത്രവും പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ക്യാരിസ് എന്ന സുവനീർ സമാപന സമ്മേളനത്തിൽ പ്രകാശനം ചെയ്തു. മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ മുഖ്യാതിഥിയായിരുന്നു. സമൂഹത്തിന്റെ പുനർനിർമ്മിതിയാണ് ജൂബിലിയുടെ സന്ദേശമെന്നും സഭ ഈ സന്ദേശം ഉൾക്കൊണ്ട് സമൂഹത്തിന്റെ സകലവിധ നന്മകൾക്കും കാരണമാകണമെന്നും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. മാർത്തോമ സഭയുടെ അടൂർ ഭദ്രാസനാധിപൻ റവറൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇടവക വികാരി റവറൻ രാജു ജേക്കബ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ നിന്നും ഇടവകയിൽ സേവനം ചെയ്ത മുൻ വൈദികർ സമ്മേളനത്തിൽ പങ്കെടുത്തു. സുവർണ ജൂബിലിയുടെ ഭാഗമായി കേരളത്തിലേക്ക് തിരിച്ചുപോയ മുൻ അംഗങ്ങളുടെ കുടുംബസംഗമം കോട്ടയം CSI റിട്രീറ്റ് സെന്ററിൽ നേരത്തെ നടത്തിയിരുന്നു. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ കോൺസുൽ സുനിൽകുമാർ, റവറൻ പ്രൈം മിത്ര, റവറൻ മാത്യു വർക്കി എന്നിവർ ആശംസകൾ അറിയിച്ചു. പൊതുസമ്മേളനത്തിന് ശേഷം പ്രശസ്ത സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസിയുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. അമൃത ന്യൂസ്, ദുബായ്. മാപ്പിളപ്പാട്ട് നിരൂപകനും ഗായകനും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ റഷീദ് മോങ്ങത്തിന് ഫോറം ഫോർ ഇന്നോവേറ്റീവ് തോട്ട്സ് ജിദ്ദയിൽ സ്വീകരണം നൽകി. തനത് മാപ്പിളപ്പാട്ടിന്റെ ശീലുകൾ പാടിയും പറഞ്ഞും എന്ന പരിപാടി നവ്യാനുഭവമായി. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ BR അംബേദ്കർ പുരസ്കാരം കരസ്ഥമാക്കിയ മാപ്പിള കലാരംഗത്തെ
ആദ്യ വ്യക്തിയും കേരള മാപ്പിള കലാ അക്കാദമി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായിട്ടുള്ള റഷീദ് മോങ്ങത്തിന്റെ തനത് മാപ്പിളപ്പാട്ടിന്റെ ശീലുകൾ പാടിയും പറഞ്ഞും എന്ന പരിപാടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പൊരയിലൊക്കെ സുഖം തന്നല്ലേ, കൊയ്ത്തുന്നതിയും തുടങ്ങിയോ, പറമ്പു കണ്ടിയും കൃഷിയും നോക്കി നയിച്ച് കൊയഞ്ഞോ, പെരുത്തുനാളായി അടുത്ത് വന്നിട്ട് അമ്മായിയോട് പിണങ്ങിയോ, വല്ലവർക്കും മനസ്സിൽ കുടുങ്ങിയോ. ആ ഭാഷാ പ്രയോഗം നോക്കി ഔത്തേക്ക് കേറിപ്പോരി, അകത്തേക്ക് കയറി വരൂ എന്നൊക്കെ നമ്മളിങ്ങനെ കൃത്യമായി നല്ല സാഹിത്യമൊക്കെ എഴുതുന്ന സമയത്ത് ചില ആളുകൾ അടയാളപ്പെടുത്തും. ഇത് വളരെ കൃത്യമായിട്ട് ആ വാമൊഴി വഴക്കം കൃത്യമായി പാലിക്കപ്പെട്ടുകൊണ്ട് എഴുതി. കണ്ടോ, മാപ്പിളപ്പാട്ടുകൾക്ക് ഏതാണ്ട് 4 നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മാലപ്പാട്ടുകൾ, മൈലാഞ്ചിപ്പാട്ടുകൾ, സ്തുതിപ്പാട്ടുകൾ, കെസ്സുപാട്ടുകൾ, പനപ്പാട്ടുകൾ, കത്തുപാട്ടുകൾ, കിസ്സപ്പാട്ടുകൾ, പടപ്പാട്ടുകൾ എന്നിങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഒന്നാണ് മാപ്പിളപ്പാട്ടുകളെന്നും റഷീദ് പറഞ്ഞു. ഫിറ്റ് ഒരുക്കിയ സ്വീകരണ പരിപാടി VP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഇസാഖ് പൂണ്ടോളി അധ്യക്ഷത വഹിച്ചു. നാസർ വെളിയങ്കോട്, ബഷീർ മുന്നയൂർ, ഇസ്മായിൽ മുണ്ടുപറമ്പ്, അരുവി മോങ്ങം, നൌഫൽ ഉള്ളാടൻ, സീതി കൊളക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാഫർ വെന്നിയൂർ, നാസർ മമ്പുറം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സുൽഫിഖ്റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. ചെസ് ലോക ചാമ്പ്യൻ ഇന്ത്യയുടെ ഗുകേഷിനെ തോൽപ്പിച്ച ശേഷം ഗുകേഷിനെ രാജാവിനെ കാണികൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞ US ഗ്രാൻഡ് മാസ്റ്റർ ഹികാരു നഗാമുറയുടെ നടപടിക്കെതിരെ വിമർശനം. ഇന്നലെ നടന്ന ഇന്ത്യയുടെയും US-ൻ്റെയും താരങ്ങൾ തമ്മിലുള്ള ചെക്ക്മേറ്റ് പ്രദർശന മത്സരത്തിലാണ് നഗാമുറ ഗുകേഷിനെ 5-0 തോൽപ്പിച്ചത്. എന്നാൽ ചെസ്സിൽ ഇത്തരം നാടകീയ സന്ദർഭങ്ങൾക്ക് സാധ്യതയില്ലെന്ന് റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ വ്ളാഡിമിർ ക്രാംനിക് പറഞ്ഞു. നഗാമുറയുടെ പ്രവൃത്തി അനുചിതവും ന്യായീകരിക്കാനാകാത്തതുമാണെന്നും മുൻതാരങ്ങൾ ഉൾപ്പെടെ വിമർശിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.